ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നേഴ്സസ് ടൈമിൻ്റെ ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരുടെ എല്ലാം ആഗ്രഹമാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിയുറച്ച ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തണമെന്നുള്ളത്. 413 എപ്പിസോഡിൽ നാം പരിചയപ്പെട്ട ജോയ്സിയെ ആരും മറന്നു കാണില്ല. 17ഓളം സർജറികൾ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ക്യാൻസർ ബാധിക്കുമ്പോഴും ആ വ്യക്തിയിലുള്ള വിശ്വാസം നാം കണ്ടതാണ്. കൂടെയുള്ള ഹോസ്പിറ്റൽ അഡ്മിഷനും കുഞ്ഞുങ്ങളിൽ നിന്നും മാറി ജീവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ മേലുള്ള ദൈവപരിപാലന, സ്വർഗം നൽകുന്ന ഫോർമേഷൻ നാം കാണേണ്ടത് തന്നെയാണ്. നമുക്ക് ജോയ്സിയുടെയും ജെയ്സൻ്റെയും മക്കളെ പരിചയപ്പെടാം. ജെയ്സൺ ചേട്ടൻ്റെയും ജോയ്സ് ചേച്ചിയുടെയും 5 മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. 5 സ്റ്റാർസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജൂലിയ റോസ്. ഞാൻ 2nd ഇയർ BA ഇംഗ്ലീഷ് ഓണേഴ്സ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുന്നു. എൻ്റെ പേര് ജോയാൻ മരിയ. ഞാൻ BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് ഇയർ സെൻറ്റ് ജോസഫ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ പഠിക്കുന്നു. എൻ്റെ പേര് ജോഷുവ ജേസൺ. ഞാൻ 12th പഠിക്കുന്നു, മേരിഗിരി പബ്ലിക് സ്കൂൾ, കൂത്താട്ടുകുളം. എൻ്റെ പേര് ജിയന തെരേസ്. ഞാൻ ഗ്രേഡ് 10th പഠിക്കുന്നു. കുഞ്ഞുമോടെ പേരെന്താ? ജെസിക്ക സ്കൂളിൽ പോകുന്നുണ്ടോ? ഏത് ഗ്രേഡിലാണ് പഠിക്കുന്നേ? ഫസ്റ്റ് ഗ്രേഡ്. ഓക്കെ, മിടുക്കി. നമുക്കറിയാം, നമ്മൾ മുമ്പത്തെ എപ്പിസോഡിലൂടെ കേട്ടായിരുന്നു, അമ്മയ്ക്ക് 2020 ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് അല്ലേ? ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പരാതിയാണ്, യൂഷ്വലി വർക്ക് ചെയ്യുന്ന എല്ലാ അമ്മമാരുടെയും അല്ലെങ്കിൽ പേരൻസിൻ്റെ മുഴുവൻ പരാതിയാണ്, മക്കളെ ശരിക്കും നോക്കാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. പക്ഷേ ജോയ്സേച്ചി പറയുന്നു, ഒരു ഹെവൻലി ഫോർമേഷനാണ് എൻ്റെ വീട്ടിൽ നടക്കുന്നതെന്ന് അല്ലേ? ഒരു 2020 മുതൽ തുടർച്ചയായിട്ട് കുറേ നാളുകൾ അമ്മ ഹോസ്പിറ്റൽ, സർജറി, കീമോ, റേഡിയേഷനൊക്കെ ആയിട്ട് മാറുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പം മൂത്തയാൾ ജൂലിയാണല്ലോ, എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ആ സമയത്ത് മാനേജ് ചെയ്ത് പോയത്? ഞാൻ 11th മമ്മിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത്. അതിന് മുന്നേ 6th-ലും 7th-ലും പഠിക്കുന്ന സമയത്ത് അപ്പാപ്പന് വയ്യാണ്ടായിട്ട് മമ്മ നാട്ടിൽ വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കർത്താവ് എന്നെയും ജോവാനെയും കുക്കിംഗ് പഠിപ്പിച്ചെടുത്തു. അപ്പോൾ കുക്കിംഗ് പഠിച്ചപ്പോൾ അത് ഭയങ്കര ഉപകാരം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഈശോ ഞങ്ങൾ എന്തിനു വേണ്ടി അത് പഠിപ്പിച്ചതെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുക. കാരണം അമ്മയ്ക്ക് വയ്യാണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്കായാലും എപ്പോഴും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അതുപോലെ പപ്പയും ഞങ്ങൾ ഇപ്പോഴും കിച്ചണിൽ കുക്കിങ്ങും എല്ലാതും, പിന്നെ അതുപോലെ ഇവരെല്ലാവരും ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് കർത്താവ് ഇങ്ങനെ ക്രമപ്പെടുത്തി എടുക്കായിരുന്നു. അപ്പോൾ അപ്പാപ്പനെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടുന്ന് നാട്ടിലേക്ക് വന്നായിരുന്നു. അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. കാരണം പേരൻസിനെ നോക്കാൻ വേണ്ടി
വരുന്നത് കാണുമ്പോൾ നമുക്കും പേരൻസിനെ നോക്കാനുള്ള ഒരു അല്ലേ നമുക്കൊരു പ്രചോദനമാണല്ലോ തരുന്നത്. പിന്നെ സ്റ്റഡീസ് എങ്ങനെയായിരുന്നു? 11th-11th അല്ലേ? സോ 12th ഒക്കെ ആകുമ്പോൾ ഒരു ക്രൂഷ്യൽ ടൈമാണ്. എങ്ങനെ സ്റ്റഡീസ് ഒക്കെ സത്യം പറഞ്ഞാൽ പല സമയങ്ങളും പഠിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്, അതും സബ്ജക്ട്സ് എല്ലാം ന്യൂ ആയിരുന്നു എനിക്ക്. ഇക്കണോമിക്സ് അങ്ങനത്തെ ഒക്കെ ആയിരുന്ന കാരണം ഒന്നും എല്ലാം ന്യൂ ആയിരുന്ന കാരണം പഠിക്കാൻ പല സമയത്ത് ക്ലാസ്സിലൊന്നും പോവാത്ത കാരണം കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചെടുക്കുമായിരുന്നു. ലൈക്ക് ഞാൻ തന്നെ കുത്തിയിരുന്ന് പല കാര്യങ്ങളും തന്നെ കർത്താവ് എന്നെ ഇങ്ങനെ ഓരോന്ന് തന്നെ പഠിപ്പിച്ചെടുക്കായിരുന്നു. അത് കഴിഞ്ഞ് മാർക്ക് കിട്ടിയപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത മാർക്ക് കർത്താവ് എനിക്ക് ആ സമയത്ത് തന്നത്. എത്ര മാർക്കായിരുന്നു? 99%. ഓ, വെരി ഗുഡ്. 99%. ആഫ്റ്റർ ഓൾ ഇത്രയും വർക്കും കുക്കിംഗ് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ശരിക്കും ഇത് ഓൾ ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ശരിക്കും ജോവാൻ ആ സമയത്ത് ഞാൻ 10th-ലായിരിക്കുമ്പോഴായിരുന്നു മമ്മിക്ക് ആദ്യമായിട്ട് 10th-ലായിരുന്നു. അതും ഒരു ക്രൂഷ്യൽ ടൈം തന്നെ. അപ്പം എക്സാമിന്റെ സമയത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും കീമോയുടെ കാര്യങ്ങൾക്കായിട്ട് മമ്മിയുടെ ഹോസ്പിറ്റലിൽ പോകുന്നു, വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു. അപ്പം എക്സാമിന് പോർഷൻസ് ആ സമയത്ത് വളരെയധികം പഠിക്കാനുള്ള സമയമായിരുന്നു. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ കറക്റ്റ് എൻ്റെ എക്സാമിൻ്റെ സമയത്തായിരുന്നു. കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് പോർഷൻസ് എല്ലാം കട്ട് ഡൗൺ ചെയ്ത് എനിക്ക് പഠിക്കാൻ എത്ര സമയമുണ്ടോ അതിനനുസരിച്ച് പഠിക്കാനുള്ള പോർഷൻസ് മാത്രമാക്കി കർത്താവിൻ്റെ പോർഷൻസ് അടക്കം ചുരുക്കി തരുമായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോഴായാലും എന്നെ തന്നെ അതിശയിക്കുന്ന പോലെ 10A+ ആയിരുന്നു ആ സമയത്ത് എനിക്ക്. പ്രൈസ് ഗോഡ്. 10A+. വെരി ഗുഡ്. നല്ല റിസൾട്ട് അല്ലേ? ശരിക്കും മാതാപിതാക്കന്മാരെ നമ്മൾ പരിചരിക്കുമ്പോൾ ദൈവം തന്നെ നമ്മുടെ കൂടെ വന്നിരുന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അല്ലേ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ജോഷുവ? ഞാൻ ചേച്ചി 10th-ലായിരുന്നു. അതൊരു ഇമ്പോർട്ടൻറ്റ് ഒരു സ്റ്റേജാണ്. മൂത്ത ചേച്ചിയാണെങ്കിൽ 12th-ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ 8th-ലായിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം ഒന്നും പ്രത്യേകിച്ച് പഠിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും പഠിക്കുന്ന സമയത്ത് അമ്മേനെ സഹായിക്കാനും പിന്നെ വീട്ടിലെ കാര്യങ്ങൾക്കും ഉണ്ണിനെ നോക്കാനും എല്ലാത്തിനും ഒരാളായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ മാത്രമാണ് ക്ലാസ്സസും ഒന്നും അധികം ഇല്ലാതെ ഒരു പാൻഡമിക്കിൻ്റെ ടൈം ആയതുകൊണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുറേ എന്താ പറയുക വീട്ടിലെ കാര്യങ്ങൾക്ക് സഹായിക്കാനും എല്ലാത്തിനും കൂടുതൽ എനിക്ക് പറ്റിയായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഈ മമ്മ ഇങ്ങനെ ഇപ്പം നമ്മൾ ഓർക്കും സാധാരണ നമുക്കറിയാം നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കേട്ടിരുന്നു ആദ്യത്തെ 2020 ഡയഗ്നോസിസ് ചെയ്തതിന് ശേഷം സർജറി കഴിഞ്ഞു, കീമോ കഴിഞ്ഞു, റേഡിയേഷൻ കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയി എന്നും പറഞ്ഞ് മമ്മ വീട്ടിൽ വന്നിരുന്ന സമയത്ത് വീണ്ടും അല്ലേ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു റിലാപ്സ്. അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്തായിരുന്നു നിങ്ങളുടെ ഒരു ചിന്തിക്കുന്നത്? ഇപ്പം ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നുന്നില്ലായിരുന്നോ? എനിക്ക് ലൈക്ക് ഞങ്ങൾക്ക് ആദ്യമായിട്ട് മമ്മ ക്യാൻസർ ഉണ്ടായിരുന്നപ്പോൾ മമ്മി ഞങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്. മമ്മ വീട്ടിൽ വന്നിട്ട് അമ്മയും പപ്പയും ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് മമ്മ പറഞ്ഞ് ചിരിച്ചിട്ട് അമ്മ പറഞ്ഞ ഓ എനിക്ക് ക്യാൻസർ ഉണ്ട് കേട്ടോ, ലൈക്ക് അത് ക്യാൻസറാണ്. ഞങ്ങൾ ആദ്യം ഇങ്ങനെ ക്യാൻസർ ഞങ്ങൾ ആദ്യം ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പക്ഷെ അത് അന്ന് ഞാൻ വെച്ചു ഈശോയെ എന്താ ക്യാൻസർ അങ്ങനെ ഞാൻ മനസ്സിൽ തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ഈശോ ഇങ്ങനെ അമ്മയും പപ്പയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു. ഈശോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു സാധനം തരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്നുള്ള ഒരു സംഭവം. അത് കഴിഞ്ഞ് പിന്നെ റെക്കറൻസ് ഒന്ന് വന്നപ്പോൾ ഒക്കെ മമ്മിയും പപ്പയും ആ ജ്വലിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ജോയ് കാണുമ്പോൾ ഇതൊന്നും ഒന്നല്ല, ഇതിനും അപ്പുറം നമ്മൾ കർത്താവിനെ വേണ്ടി ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കർത്താവ് വഴി നടത്തുന്നത് കാണുമ്പോൾ ഇതൊന്നും ഒന്നല്ല എന്നുള്ള ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. എപ്പോഴും റെക്കറൻസ് വരുമ്പോഴായാലും ഇത് വരുമ്പോഴായാലും കർത്താവ് പഠിപ്പിച്ചു തരുന്ന ഓരോ ഇത്. ജിയനെ ഇപ്പം അമ്മ കൂടുതൽ സമയം ഹോസ്പിറ്റലിലായിരിക്കും, പപ്പയും അവരുടെ കൂടെ ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും. അപ്പം കൊച്ചു ആ സമയത്ത് എത്രയിലായിരിക്കും ആ സമയത്ത് പഠിക്കുന്നത്? 6th. ചേച്ചിമാരാണോ കാര്യങ്ങളൊക്കെ? എല്ലാ കാര്യത്തിലും അവർ ഹെൽപ്പ് ചെയ്യും, പേഴ്സണൽ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും. പിന്നീട് ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു എല്ലാ കാര്യങ്ങളും അമ്മയുടെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പം നിങ്ങൾ വേറെ കോളേജിലേക്ക് ബാംഗ്ലൂരിലേക്കും ഡൽഹിയിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പം ഈ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റീസ് GNAയിലേക്ക് വന്നു അല്ലേ? GNAക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ ജോവാൻ? ഞാൻ പോകുന്നതിന് മുമ്പ് ജീനയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു മമ്മിയുടെ ഓരോ കാര്യങ്ങൾ. മമ്മിക്ക് BP ലെവൽ എപ്പോഴും കീമോയും റേഡിയേഷനൊക്കെ എടുക്കുന്ന കാരണം BP ലെവൽ കുറയും, ഛർദ്ദിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മമ്മിക്ക് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്ന നമുക്ക് തോന്നും, നമ്മൾ ടയേർഡായി തോന്നുവാണെങ്കിൽ ആ സമയത്ത് തന്നെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ജീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ കുക്കിംഗ് ആയാലും എല്ലാം പഠിപ്പിച്ചിട്ടായിരുന്നു പോയത്. ചേച്ചി എല്ലാം പറഞ്ഞു തന്നപോലെ എല്ലാം ചെയ്യാൻ പറ്റിയോ? ചേച്ചി കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ച കാരണം എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. പിന്നെ ചെയ്യുമ്പോഴായാലും ചേച്ചി പഠിപ്പിച്ചു തരുന്ന ചെയ്യാ. അങ്ങനത്തെ ഉണ്ണീനെ നോക്കണ കാര്യം ഉണ്ണിനെ നോക്കണ കാര്യം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത കാരണം അതുകൊണ്ട് ആ രീതിയിൽ എനിക്ക്
ഇവളെ നോക്കാൻ പറ്റി. ചെറുപ്പത്തിൽ തന്നെ ജെസിക്കയുടെ ഒരു കുഞ്ഞമ്മയായിട്ട് എല്ലാ കാര്യങ്ങളും അല്ലേ ജീന ചെയ്തു കൊടുത്തു. ജോഷോ ഇപ്പം വീട്ടിൽ നിന്നും ജോഷോ ഇപ്പം മാറി കൂത്താട്ടുകുളത്താണ് അല്ലേ, ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. ഇപ്പം വീട്ടിൽ നിന്ന് ഒരുപാട് ഫോർമേഷൻസും പ്രെയറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏജിൽ അവിടെ ഹോസ്റ്റലിൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും. ഞാനാണെങ്കിൽ ഹോസ്റ്റലിലോട്ട് വരുമ്പോൾ എനിക്ക് മിസ്സാവുന്ന ഒരു കാര്യം അമ്മയുടെ ഒരു ഗൈഡൻസും പിന്നെ പപ്പയും അവരുടെ ഒരു റോൾ മോഡൽ നമുക്ക് മിസ്സാവുന്നുണ്ട് ഡെയിലി ബേസിസ്. അപ്പം അവരായിരുന്നു നിങ്ങളുടെ റോൾ മോഡൽ അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കുറവുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് കുറേ നല്ല കൂട്ടുകാരെ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങാനും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ നമ്മളൊന്ന് വീണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ എടാ നമ്മൾ കുറച്ചും കൂടി ബൈബിൾ വായിക്കണം അല്ലെങ്കിൽ നമ്മളെയും കൂടി എൻകറേജ് ചെയ്യുന്നൊരു ടൈപ്പ് ഫ്രണ്ട്സ് അത് ഭയങ്കര റെയർ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി ബൈബിൾ വായിക്കാനായാലും പേഴ്സണൽ പ്രയറിനായാലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കൂടെ പ്രേ ചെയ്യണം അങ്ങനത്തെ ഫ്രണ്ട്സിന് കിട്ടിയതുകൊണ്ട് തന്നെ അമ്മയുടെയും പപ്പയുടെയും ആ ഒരു ഇല്ലാത്തിരുന്ന ആ ഒരു അവരുടെ പ്രസൻസ് ഇല്ലാത്തത് ഈശോ ആ ഒരു രീതിയിൽ നികത്തിയതുണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അവിടെ അത് പറ്റുന്നത് പോലെയൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ടല്ലേ സാധിക്കുന്നുണ്ട്. ജോയ് ചേച്ചി എപ്പോഴും എൻ്റെ അടുത്ത് പറയുമല്ലോ, ഞാനവിടെ എനിക്ക് ആദ്യമൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട്, ഇങ്ങനെ കൊച്ചു കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ലോ, പക്ഷെ ഒരു ഹെവൻലി ഫോർമേഷനാണ് എൻ്റെ വീട്ടിൽ നടന്നതെന്ന് എപ്പോഴും ജോയ് ചേച്ചി പറയാറുണ്ട്. ജോയ് ചേച്ചിയും ജേസൺ ചേട്ടനും അതിനുവേണ്ടി എന്താ ചെയ്തത്? ശരിക്കും അസുഖത്തിൻ്റെ ആ ഒരു കാലയളവിൽ സ്വർഗം തന്നെ കുട്ടികൾക്കൊരു ഫോർമേഷൻ കൊടുക്കണ ഒരു അനുഭവമായിരുന്നു എനിക്ക്. കാരണം വെച്ചാൽ അതിന് മുന്നേ തന്നെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ജനിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ബൈബിൾ വായിക്കാനുള്ള ഒരു പ്രചോദനം കർത്താവ് തന്നിരുന്നു. അപ്പോൾ ഓരോ പ്രഗ്നൻസിയിലും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ച് വെളിപാടിൻ്റെ അവസാന അധ്യായങ്ങളാകുമ്പോഴേക്കും ഡെലിവറി ആവണ വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് എൻ്റെ ഓരോ പ്രഗ്നൻസിയിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ജനിച്ച് വരുമ്പോഴേക്കും അവർക്ക് ഈശോയെ അതിന് മുന്നേ തന്നെ പരിചയപ്പെടുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ടായാലും അവർക്ക് വചനത്തോടും അതുപോലെ ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ കുട്ടികൾക്കായാലും വളരെ ആഗ്രഹമാണ് വിശുദ്ധ കുർബാനയ്ക്ക് വരാനായാലും വചനം പഠിക്കാനായാലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അവർക്ക് ഞങ്ങൾ വീട്ടിൽ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒരു ഫോർമേഷൻ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു 10 മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ ബാക്കി പാഠ്യ വിഷയങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലോ നമ്മളൊന്നും പറയാറില്ല. പക്ഷെ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വളരെ ശക്തമായിട്ട് തന്നെ അവരെ തിരുത്താറുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ കൂടുതലും ഈശോയിലേക്കാണ് വളരേണ്ടതെന്നുള്ളൊരു ബോധ്യം അവർക്ക് അന്ന് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമായിരുന്നു, നമുക്കിപ്പോൾ പല വിഷയങ്ങളും പഠിക്കാനായിട്ട് നമുക്ക് ഓരോ നോട്ട് ബുക്ക് ഉണ്ട്, നിങ്ങൾക്ക് വചനം പഠിക്കാനായിട്ടൊരു നോട്ട് ബുക്ക് വേണമെന്നുള്ളത് നമ്മുടെ വീട്ടിലെ നിർബന്ധങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന വചനങ്ങൾ എഴുതി വെക്കാനും കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ പോകുന്നതിന് മുൻപ് ഓരോ പ്രാവശ്യം വചനം ഏറ്റു ചൊല്ലിയിട്ടൊക്കെയാണ് അവർ പോകാറ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുള്ള പല വിഷയങ്ങൾ പഠിക്കാനും അതുപോലെ അവരുടെ ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുന്നതായിട്ടാണ് ഞങ്ങളുടെ ഒരു അനുഭവം. അങ്ങനെ ഒരു തുടക്കത്തിൽ തന്നെ അവർക്ക് അങ്ങനത്തെ അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോയതുകൊണ്ട് തന്നെ എനിക്കൊരു അസുഖം വന്നപ്പോഴും അവർക്ക് അങ്ങനെ ഒരു പകച്ചു പോകുന്ന ഒരു അനുഭവം ദൈവം ഉണ്ടാവാൻ ഇടവരുത്തിയില്ല എന്നുള്ളതാണ്. ശരിക്കും ജോസേജി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹെവൻലി ഫോർമേഷൻ തന്നെയാണ് അല്ലേ. അതുകൊണ്ട് അവർക്ക് ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴും അതിനെ മുമ്പോട്ട് അതിജീവിച്ച് പോകാനായിട്ടുള്ള വലിയൊരു കൃപ കിട്ടി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഫറിങ് വരുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ അളവിൽ അതിനേക്കാൾ ഇരട്ടി പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ പരിപാലിച്ച് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. ജെസിക്ക മോളെ അതിൻ്റെ 2 കുഞ്ഞു ചോദ്യം ചോദിക്കട്ടെ. ജെസിക്ക മോളെ, ബൈബിളിൽ ആകെ എത്ര പുസ്തകങ്ങളാണ് ഉള്ളത്? 73. അത് ഓർഡറിൽ അറിയാന്നുള്ളത് മമ്മ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പറയാവോ? പഴയ നിയമം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദൃത്താന്തം, 2 ദൃത്താന്തം, എസ്ര, നെഹമ്യാ, തോബിത്ത്, ജൂദിത്ത്, എസ്തർ, 1 മക്കബേയർ, 2 മക്കബേയർ, ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗം, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, ഏശയ്യാ, ജെറമ്യാ, വിലാപങ്ങൾ, ബാറൂക്ക്, എസെക്കേൽ, ദാനിയേൽ, ഹോസിയ, ജോയേൽ, ആമോസ്, സബാദി, യോന, മിക്ക, നാഹും, ഹബക്കൂക്ക്, സെഫാന്യ, ഹഗ്ഗായി, സക്രിയ, മലാക്കി. പുതിയ നിയമം, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, റോമ, 1 കൊരിന്തോസ്, 2 കൊരിന്തോസ്, ഗലാത്യ, എഫേസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1 തെസ്സലോനിക്ക, 2 തെസ്സലോനിക്ക, 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്, ഫിലോമോൻ, ഹെബ്രായൽ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്, വെളിപ്പാട്.
വെരി ഗുഡ്. ആന്റിക്ക് അറിയില്ല കേട്ടോ ഇങ്ങനെ പറയാനായിട്ട്. പിന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? ജെസ്സിക്ക് എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചത്? ആരാ പഠിപ്പിച്ചേ? അമ്മ. ആ, ക്രെഡിറ്റ് ഗോസ് ടു അമ്മ. കൊള്ളാം, മിടിക്കുക കേട്ടോ. അമ്മ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം, നന്മ നിറഞ്ഞ മറിയമേ 8 10 ലാംഗ്വേജസിൽ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നല്ലേ? ഏതൊക്കെ ലാംഗ്വേജിലാണ് ജോഷു അറിയാവുന്നത്? ലാറ്റിൻ, ഹിന്ദി, തമിഴ്, അറബിക്, അങ്ങനെ. ഉറുദു, സ്പാനിഷ്, സ്വാഹിലി, ചൈനീസ്, അങ്ങനെ. എങ്ങനെ ഇത് പഠിച്ചത്? ഞങ്ങളിത് തുടങ്ങിയത് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ എങ്ങടെയും പോകുമ്പോൾ മമ്മ ഇങ്ങനെ മമ്മയാണ് തുടങ്ങിയത്. ലാറ്റിനിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ലൈൻസ് ബൈ ഹാർട്ട് അങ്ങനെ പഠിച്ച് അങ്ങനെ അതൊരു ശീലമായി. പിന്നെ എപ്പോഴും ഓരോ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നന്മ പറയും പഠിക്കും. അത് കഴിഞ്ഞ് പിന്നെ കൊന്തയൊക്കെ എത്തിക്കുമ്പോൾ പല ഭാഷയിൽ നന്മ പറയും ചൊല്ലി കൊന്തയൊക്കെ എത്തിക്കും. അങ്ങനെയാണ് തുടങ്ങിയത്. തീർച്ചയായിട്ടും ഈ ശാലോ പ്രേക്ഷകർക്ക് എല്ലാം ആഗ്രഹം കാണും ചില ഭാഷകളിൽ നന്മ നിറഞ്ഞിരുമ്പോ കേൾക്കാനായിട്ട്. നമ്മളപ്പോൾ UAE-യിലല്ലേ? നമുക്ക് ആദ്യം അറബിക്കിൽ കേട്ടാലോ? ആരാ പറയുന്നത്? ഞാൻ പറയാം. ജിയണ്ണ. ഓക്കെ. السلام عليك يا مريم يا ممتلئة النعمة الرب معك مباركة أنت في النساء ومبارك ثمرة بطنك سيدنا يسوع المسيح يا قديسة مريم يا والدة الله صلي لنا نحن الكاتا اللهم وفيسا أدموتنا آمين. വെരി ഗുഡ്. അടുത്തത് ഇനി ആരാണ്? ലാറ്റിൻ. Ave Maria, gracia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Santa Maria, Mater Dei, oro pro nobis peccatoribus, nunc et in hora mortis nostre. ആമേൻ. അതായത് മാർപ്പാപ്പ അവിടെ ചെല്ലുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം നമുക്കും പഠിക്കാൻ പറ്റുന്നത് തന്നെയാണല്ലേ? ഇനി ഏതാണ്? ഉറുദു ജോഷുവിനെ കണ്ടിട്ട് ഉറുദു പറയും തോന്നുന്നുണ്ടല്ലോ. പറഞ്ഞു. सलाम मरियम पोर फसल खुदावन तेरे साथ है, तू औरतों में मुबारक है और मुबारक है तेरा पेट का फल यीशु। ए मुकद्दसा मरिया खुदा की माँ, हम गुनाहगारों के वास्ते दुआ कर अब हमारे मौत के वक्त आमीन. വെരി ഗുഡ് ജോഷു. റിയലിനോ? ഇനി ഒരുമിച്ച് എല്ലാവരുടെ കൂടി നമുക്ക് ഏതാ ചെല്ലുന്നേ? സ്വാഹിലി അല്ലേ? സ്വാഹിലി എന്നൊരു ഭാഷയുണ്ടെന്ന് പോലും ചിലപ്പോൾ നമുക്കറിയില്ലായിരിക്കും. അത് ഏത് രാജ്യത്തെ ഭാഷയാണ്? ആഫ്രിക്കൻ. ഓക്കെ. ഇങ്ങോട്ടേക്ക് പോകാൻ വല്ല പ്ലാൻ ഉണ്ടോ? മിഷനൊക്കെ പോവാം. മിഷൻ. ഇത് കഴിഞ്ഞിട്ട് ജൂലിയ മിഷനിൽ പോയിട്ടുണ്ടല്ലേ? അത് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്നാ സ്വാഹിലി കേട്ടാലോ? അതെങ്ങനെയായിരുന്നു മിഷനിൽ പോകാനുള്ള ഒരു സാഹചര്യം? ഞങ്ങൾ ഫാമിലി ആയിട്ട് മിഷന് പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ മമ്മയുടെ കീമോയും അതൊക്കെ കഴിഞ്ഞ് നിൽക്കണ ഒരു സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് ടീൻസ് മിനിസ്റ്ററുടെ ഭാഗമായിട്ട് GCയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു മിഷൻ അനുഭവത്തിന് പോകാൻ പറ്റിയായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതൊരു 2.5 weeks 3 weeks ആയിരുന്നു മിഷൻ്റെ ഒരു ഇത്. ആദ്യം ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മിഷൻ സ്ഥലത്തേക്ക് പോവുകയും ഞാനൊരു ഫാമിലിയുടെ കൂടെ താമസിച്ച് ഞങ്ങൾ ആ സ്ട്രീറ്റിൽ ഓരോ വീടുകളിൽ ചെന്ന് ഓരോ ഫാമിലീസിനെ കണ്ടുമുട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം ഞാനും എൻ്റെ ഒരു ആളും കൂടിയാണ് ഞങ്ങൾക്കൊരു സ്ട്രീറ്റ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വീട്ടിലും ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വചനമൊക്കെ എടുക്കുമ്പോൾ കർത്താവ് ഞങ്ങളെയും അവർ അതിശയിപ്പിക്കുന്ന പോലെ വചനമൊക്കെ തരുമായിരുന്നു. ലൈക്ക് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആൾക്ക് ഇങ്ങനെ ലിവറിനൊക്കെ പ്രശ്നമായിട്ട് ഇരിക്കുന്ന ഒരു അങ്കിളാണ്. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി, ഞങ്ങൾക്കാണെങ്കിൽ ഭാഷ എനിക്ക് ഹിന്ദി അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ഈശോയെ എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ എന്നിലൂടെ നീ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വചനം എടുക്കുമ്പോൾ കിട്ടിയ വചനം എന്ന് പറഞ്ഞാൽ ഈ അസുഖം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യേകത, ആ ഒരു ഭാഗമൊക്കെയാണ് കിട്ടണത്. അപ്പോൾ അവർക്കായാലും വേറൊരു അനുഭവം, അവർ കണ്ണു നിറഞ്ഞ് കരയുകയുണ്ട്. അപ്പോൾ എനിക്കായാലും ഈശോയെ നീ എന്നിലൂടെ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു അനുഭവമായിരുന്നു മിഷന് പോയപ്പോൾ. അതുപോലെ തന്നെ കുർബാനയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കർത്താവിനെ കാട്ടിത്തരുമായിരുന്നു. ഞങ്ങളിപ്പോൾ വീട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ കുർബാനയ്ക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. ലൈക്ക് നമ്മളിങ്ങനെ വയ്യാണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ അലസത കാരണം പോകാൻ പറ്റാറില്ല. പക്ഷെ അവിടെ പോയപ്പോൾ ഒരു അമ്മാമ്മ 99 years ആയിട്ടുണ്ട്. ആള് ഇത്രയും കുന്നൊക്കെ കയറിയിട്ട് കുർബാനയ്ക്ക് പോയി. ഞാനാണെങ്കിൽ ഒരു കുന്ന് കയറി എനിക്ക് നടക്കാൻ പറ്റണില്ല. ലൈക്ക് അത്രയ്ക്കും കിതച്ചിട്ട് പള്ളിയിൽ പോകാൻ പറ്റണില്ല അവിടെ മിഷനിൽ നിന്നിട്ട്. എന്നിട്ട് ഞാൻ 1 മണിക്കൂറൊക്കെ എടുത്ത് പള്ളിയിൽ എത്താനായിട്ട്. എന്നിട്ട് ഞാൻ ആളോട് സംസാരിക്കും. ആൾ പറയും ഇത്രയും വർഷമായിട്ട് ഇതുവരെ കുർബാന കൊടുക്കാണ്ട് ഈ മലയും കുന്നൊക്കെ കയറി കുർബാന. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും ഈശോയെ ഞാനും ഇങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം. ആ ഒരു ഇതിനും കൂടി ഒരു അനുഭവം കർത്താവിലേക്ക് അടുക്കാനായിട്ട് ഇത് മിഷന് പോയപ്പോൾ ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ. അത് 12th കഴിഞ്ഞിട്ടാണ്? 12th കഴിഞ്ഞിട്ട്. ജോസേച്ചി ജൂലിയ 12th കഴിഞ്ഞതിന് ശേഷമാണ് ഈ മിഷന് വേണ്ടി പോയതല്ലേ നോർത്തില്? അപ്പം 12th കഴിഞ്ഞിട്ട് ആ മോളെ അങ്ങനെ വിടാനുള്ള ഒരു ധൈര്യമൊക്കെ എവിടെ നിന്ന് കിട്ടിയ? അറിയത്തില്ലാത്തൊരു സ്ഥലങ്ങളിലേക്ക്
എന്നെ സംബന്ധിച്ചിടത്തോളം മത്തായി 6:33 പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളതെല്ലാം നമ്മൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. അവൾ മിഷന് പോകുന്നുണ്ടെങ്കിൽ അവളുടെ ആ ഒരു അവളില്ലാത്ത ഒരു സാഹചര്യത്തിൽ വളരെ മനോഹരമായിട്ട് കർത്താവ് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ അവൾ വീട്ടിൽ നിന്ന് അകന്ന് നിന്ന സമയങ്ങളിൽ എനിക്ക് യാതൊരു എമർജൻസി ഉണ്ടായിട്ടില്ല. അതുവരെ എനിക്ക് ഓരോ കീമോയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ, ഛർദി ഉണ്ടാകും. ഓരോ കീമോയും യുണീക്കായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചിലപ്പോൾ ഛർദിയായിരിക്കാം, ചിലപ്പോൾ തലകറക്കായിരിക്കാം, ചിലപ്പോൾ കൗണ്ട് കുറയും. മരണത്തെ മുഖാഭിമുഖം കണ്ട സമയങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവൾ മിഷന് പോയ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഒരു കുറവോ എനിക്കൊരു ആവശ്യമോ ഒന്നുമില്ലാതെ എല്ലാം ഏറ്റവും മനോഹരമായിട്ട് ക്രമീകരിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു ആ ഒരു കാലയളവ്. പിന്നീട് ജൂലൈക്ക് നോർത്തിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ, കോളേജിൽ പഠിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ ആണ് ഞങ്ങൾ ഓർത്തത്, കർത്താവ് അവൾക്ക് പഠിക്കാൻ വേണ്ടി അതിന് മുന്നേ അവളെ നോർത്ത് ഇന്ത്യയിലേക്ക് മിഷന് വിട്ട് എല്ലാം ഒരു എന്താ പറയുക, ഒരു ഫസ്റ്റ് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നൽകി. അപ്പോൾ പിന്നീട് അവൾ പഠിക്കാൻ പോയപ്പോൾ അവൾക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവൾക്ക് എല്ലാവരുടെ അടുത്തും ഇൻട്രാക്ട് ചെയ്യാനും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവൾക്ക്. അവൾ ആ ഒരു മിഷന് പോയ സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല അവൾ ഡൽഹിയിലായിരിക്കും അല്ലേ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ ഇത് മുൻപേ കണ്ട കർത്താവ് അവളെ അതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ച് ഒരുക്കുകയായിരുന്നു. ഫോർമേഷൻ കൊടുത്തു, അത് അങ്ങനെ വിട്ടിട്ട് ഒരു ഫോർമേഷൻ കർത്താവ് കൊടുത്തു അവൾക്ക്. നിങ്ങൾ ഈ എഡിറ്റിങ്ങിലും ഒക്കെയും എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നല്ലേ, സർവകലാ വല്ലഭരാണ്. അന്ന് ആ എഡിറ്റിങ്ങുകളൊക്കെ ഈശോയുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ആ ഫീൽഡിനോട് തന്നെ ഒരു പാഷൻ വന്നതും ഇന്ന് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സിലോട്ട് പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. യോഷയ്ക്ക് ഇത് പിന്നെ പ്രയോജനപ്പെട്ടോ? ഞാനാണെങ്കിൽ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ചേച്ചി എന്നെ പഠിപ്പിച്ച് തന്നായിരുന്നു. പ്രത്യേകിച്ച് ഈ ജനറേഷന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചോസൺ സീരീസിൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എഡിറ്റ് ചെയ്ത് അവസാനം കുറച്ചൊക്കെ ഒരു പകുതിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ചോസിൻ്റെ മലയാളം സോഷ്യൽ മീഡിയ ടീമിൽ അവർ എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. അവരുടെ കൂടെ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും പിന്നെ മലയാളത്തിലായാലും ലാംഗ്വേജിൽ വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇടാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത് ചോദിച്ചായിരുന്നു. ചോസിൻ്റെ അവരുടെ ടീമിന് വേണ്ടി വർക്ക് ചെയ്യാനും പിന്നെ അങ്ങനെ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അങ്ങനെ നമ്മുടെ തന്നെ ഒരു സ്പിരിച്വൽ എന്താ പറയുക അപ്ലിഫ്റ്റിങ്ങിന് ഭയങ്കര ഉപകാരമായിരുന്നു അത്. അപ്പോൾ ഇത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ഈ ചോസൻ അല്ലേ. അപ്പം ചോസൻ്റെ ഭാഗമായിട്ട് ഇത്ര ചെറുപ്രായത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഗ്രേറ്റ് അല്ലേ. വെരി ഗുഡ്. ഞാനിപ്പോഴും ഓർക്കാം, ലൈക്ക് മമ്മ സർജറിക്ക് പോണേക്കാളും മുന്നേ 2 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള വോയിസ് റെക്കോർഡിങ് ചെയ്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് മമ്മിക്ക് ഉറപ്പായിരുന്നു 3-ാം ദിവസം മമ്മിക്ക് വോയിസ് കിട്ടുന്നു, ഈശോ വോയിസ് കൊടുക്കുന്ന ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3-ാം ദിവസം ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് മമ്മി വോയിസ് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഈശോയുടെ ആ ഒരു സ്നേഹം ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ എപ്പോഴും ഇതാണ്. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ശരിക്കും പറഞ്ഞാൽ 2 സൈഡിലും വന്ന് ഡ്രെയിൻ ആയിരുന്നു. ആ ഡ്രെയിനൊക്കെ വെച്ചിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് അത് കുഞ്ഞുങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ശരിക്കും ഓരോ ദിവസത്തെ വിശുദ്ധരുടെ സ്റ്റോറീസ് ഇടുമ്പോൾ ശരിക്കും വിശുദ്ധരുടെ വലിയൊരു മാധ്യസ്ഥം ആ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് സ്വർഗം കൂടെ നിന്ന് നമ്മളെ ആ ഒരു കാലഘട്ടത്തിനെ തരണം ചെയ്യാനുള്ള വലിയ കൃപ തരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ജസ്റ്റിനേട്ടാ, ഈ ഹോസ്പിറ്റലിൽ സാധാരണ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റിംഗ് പീരീഡ് ആണല്ലേ. ആ സമയത്ത് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്നാ തോന്നി ജസ്റ്റിനേട്ടന്? റെക്കോർഡൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഈശോയുടെ ഒരു സാന്നിധ്യം എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. പെട്ടെന്ന് തന്നെ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുന്ന ഒരു ഇതൊക്കെ കർത്താവിൻ്റെ ഒരു ഇടപെടൽ എനിക്കത് നന്നായി ഫീൽ ചെയ്തായിരുന്നു. കോംപ്ലിക്കേഷൻ ഒന്നും കൂടാതെ എത്രയും പെട്ടെന്നല്ലേ ഡിസ്ചാർജ് ചെയ്ത് 2-3 ഡേയ്സിലൊക്കെ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർ വിട്ടായിരുന്നു. മക്കൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, ഞങ്ങൾ നഴ്സുമാരായതുകൊണ്ട് ഞങ്ങൾക്കറിയാം തൈറോയിഡക്ടമിയുടെ വലിയൊരു കോംപ്ലിക്കേഷനാണ് ഈ വോയിസ് ലോസ് എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് നിങ്ങൾ 3-ാം ദിവസം അമ്മ വോയിസ് റെക്കോർഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അമ്മയുടെ ഒരു വിശ്വാസമാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് 3-ാം ദിവസം സൗണ്ട് കിട്ടുമെന്ന് അമ്മ ഉറച്ച് വിശ്വസിച്ചു. ആ ഉറച്ച് വിശ്വസിച്ചതുപോലെ തന്നെ സംഭവിച്ചല്ലേ. നിങ്ങൾക്കും അതൊരു വിശ്വാസം കൂടാനായിട്ട് അല്ലേ ഇടയാക്കിയിട്ടുണ്ട്. നമുക്ക് സ്വാഹിലിയിലേക്ക് പോയാൽ ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യാം. ശരി, നന്മ നിറഞ്ഞ പറയുമേ. Salaam Maria, umejaa neema, Bwana yu nawe, umebarikiwa kuliko wanawake wote, na Yesu mzao wa tumbo lako amebarikiwa.
Maria, mtakatifu, mama wa Mungu, utuombee sisi wakosefu, sasa na saa ya kufa kwetu. Amina. വെരി നൈസ്. ഒരു പാട്ട് പോലെ ഫീൽ ചെയ്യുന്നു. ജെസിക്ക മോൾ ഇനി ഏത് ലാംഗ്വേജിലാണ് ഹെയിൽ മേരി പറയുന്നത്? ചൈനീസില്. Vạn Phu Maria, ni song man chen song, suy ni tong sai, ni dai su nu song chú san song, đàn xin tử ye su tong chú san song, tiang su sang mu Maria, chu ni xin zang a woman ling chong shi, ve woman shua rin chi chu tian su. Amen. ചിങ് ഷാങ് ചു. എങ്ങനെ പഠിച്ചെടുത്തു ഇതൊക്കെ? ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നോക്കി യൂട്യൂബിൽ നോക്കി അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിച്ചെടുത്തത്. ഞങ്ങൾക്കറിയാം ഈ ചൈനീസ് പേഷ്യൻസ് ക്ലിനിക്കിൽ വരുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ എന്ത് ഡിഫിക്കൽട്ടാണ് അവരെ മാനേജ് ചെയ്യാനായിട്ട്. അല്ല കൊറിയനിൽ പറഞ്ഞില്ല, കൊറിയൻ പറഞ്ഞോ? ഇപ്പത്തെ കുട്ടികൾക്ക് വലിയ ഇഷ്ടാ കൊറിയൻ. Onchunge kadakashin marianin gipo asoso junim keso amke keshniyo unjunge bukteshmiyon tejinge aduleshinin tohan bukteshnaida chongje sangmo marianin ijawa choy chugulte choy chenil viayo birujasuso. Amen. വെരി നൈസ്. ജാപ്പനീസിന്റെ കുറവുണ്ടെന്നുണ്ട്. Ave Maria, megumini michita kata, shua anata to tomoni oraremas, anata wa onna no uchi de shukufuku sare, gotainai no unko yes mo shukufuku sarete imasu. Kamino hahase Maria, watashi tashi sumiru to no tameni, ima mo shi o mukaero toki mo oinori kudasai. Amen. വെരി ഗുഡ്, വെൽ ഡൺ. എല്ലാവരും ഇത്രയും ലാംഗ്വേജിൽ ഹെയിൽ മേരി പഠിക്കുന്ന റിയലി ഇംപ്രസീവ് കേട്ടോ. ഭയങ്കര അമേസിങ് ആയിട്ടുണ്ട്. ഇനിയും കൂടുതൽ പഠിച്ചോ കേട്ടാ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു 10 more 20 ലാംഗ്വേജസിൽ. ശരിക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. നിങ്ങളിത് പറഞ്ഞപ്പോൾ എത്ര അധികം കുട്ടികൾ കൂടുതൽ ഭാഷകളിൽ നന്മ നിറഞ്ഞ പറയാൻ കുട്ടികൾ മാത്രമല്ല ഞാൻ ഉൾപ്പെടെ ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ജോസേച്ചി, ഈ ഒരു കാലഘട്ടത്തിൽ പേരൻസ് എല്ലാം മക്കളെ ഏതെങ്കിലും ഒരു നിലയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലുള്ള ഓട്ടമാണ്. എന്നാൽ അവസാനമായിട്ട് അവരാരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് പരാതിയുമായിട്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നു. ഇങ്ങനെ ഓടുന്ന പേരൻസിനോട് ഞങ്ങളോടൊക്കെ എന്താണ് ജോസേച്ചിക്ക് പറയാനുള്ളത്? എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഈശോയാണ്. നമ്മൾ ഈശോയോടുള്ള സ്നേഹത്തിൽ അവരെ വളർത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം അവരുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടും എന്നാണ് എൻ്റെ ഒരു അനുഭവം. ബലിപീഠത്തിന് ചുറ്റും നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് യാതൊന്നും നമ്മൾ കൊടുക്കുന്നതിൽ കുറവുകൾ ഉണ്ടായിരിക്കാം. നമ്മൾ ബലഹീനരായ പേരൻസാണ്. ഒരുപക്ഷെ നമുക്ക് എല്ലായ്പ്പോഴും അവർക്ക് റോൾ മോഡൽ ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ എല്ലാ കുറവുകളും നമ്മൾ വിശുദ്ധ ബലിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ, വചനം അവരെ പഠിപ്പിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റാത്തതെല്ലാം സ്വർഗം പൊതിഞ്ഞു പിടിച്ച് നിറച്ച് അമർത്തി കുലുക്കി കൊടുക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു അനുഭവം. എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നാറുള്ളത്, നമ്മളൊക്കെ ടെമ്പററി പാരൻസ് ആണ്. നമ്മൾ എത്ര നാളുണ്ടാവുമെന്നോ അവരെ ഗൈഡ് ചെയ്യാനൊക്കെ നമ്മൾക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നോന്നും അറിയില്ല. പക്ഷെ നമ്മുടെ ഒരു വലിയ ലക്ഷ്യമായിരിക്കേണ്ടത് ഓരോ കുഞ്ഞും ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ആവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവരെ വളർത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഭൗതികമായ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം കൂട്ടിച്ചേർക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു വിശ്വാസം. അമ്മ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി, അമ്മയില്ലേലും നിങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ ഒരുക്കാറുണ്ടെന്ന് അമ്മ എന്നോട് പറയാറുണ്ട്. ജൂലിയ മോളാണല്ലോ എൽഡസ്റ്റ്. അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പം മോൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണത്? ഒരു വേദനയൊക്കെ ഉണ്ട്. എന്നാലും ഇസ്രായേൽക്കാരെ നയിച്ച ദൈവം തന്നെയാണല്ലോ അമ്മേനെ നയിക്കണേ. ആ അമ്മയെ നയിച്ച ദൈവം എന്താ പറയുക, ഞങ്ങളെയും നയിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതെ മക്കളെ, തീർച്ചയായിട്ടും അമ്മയെ നയിച്ച ദൈവം, ഇസ്രായേൽക്കാരെ നയിച്ച ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ നയിക്കുക തന്നെ ചെയ്യും. Yes, we trust in Jesus. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് സ്വർഗം അവരെ വഴി നടത്തുന്നത്. ഈശോയുടെ തിരുഹൃദയത്തെ പ്രത്യേകമായി വണങ്ങുന്ന ഈ ജൂൺ മാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കാം. ആ കുരിശിന് ചുറ്റുമുള്ള സ്നേഹാഗ്നി ജ്വാലയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയവും നിറയട്ടെ. അടുത്ത തലമുറയുടെ പ്രകാശമായി അന്ധകാരത്തിൽ നടക്കുന്ന ഓരോ മക്കൾക്കും വെളിച്ചമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധിയായി മാറട്ടെ. ആമേൻ.